ഷീല ടീച്ചറിൻ്റെ അനുസ്മരണ ദിനമായ ജോബ് ഡേ ഫൗണ്ടേഷൻ ദിനമാണ് ഇന്ന്. നമുക്കറിയാം ഷീല ടീച്ചർ മരിച്ചിട്ട് ഇന്ന് 16 വർഷം തികയാണ്. ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പായി ആദ്യമായി ഒരു നിമിഷം മൗനപ്രാർത്ഥന. ഭാരതീയ സമാജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശക്തി എന്ന് പറയുന്നത് ഷീല ടീച്ചറായിരുന്നു. ഷീല ടീച്ചറിൽ കൂടെയാണ് തൊഴിൽ പരിശീലനം ഇത്രയും വ്യാപകമായി തന്നെ പല മേഖലകളിലേക്ക് തിരിയാൻ സാധിച്ചതും ഷീല ടീച്ചറിൻ്റെ ചിന്താശക്തിയും അതുപോലെ തന്നെ ഷീല ടീച്ചറിൻ്റെ പ്രവർത്തനക്ഷമതയും കൊണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ BSSനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ് ഷീല ടീച്ചറിൻ്റെ വിയോഗം എന്ന് നമുക്ക് പറയാം. ടീച്ചറിൻ്റെ ആത്മാവിന് മുമ്പിൽ ഒരു നിമിഷം മൗനം പ്രാർത്ഥന. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ജോബ് ഡേ ഫൗണ്ടേഷൻ ചെയർമാൻ BS ഗോപകുമാർ സാറിനെ ക്ഷണിക്കുന്നു. വീണ്ടും ഒരു ഫൗണ്ടേഷൻ ഡേ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ഒരു ഗുരുവാണ്. വീട്ടിൽ ഓരോ കാര്യം പറയുമ്പോഴേ പെണ്ണുപിള്ള പറയും നിങ്ങൾക്ക് നേരാമണ്ണം ഒന്നും കണ്ടുകൂടെന്നാണ് തോന്നുന്നത്. അത് ഏത് കാര്യത്തെ ഉദ്ദേശമാണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ പോയി കണ്ണ് ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും തിമിരമെന്നുള്ള അങ്ങനെ ഇപ്പം പകുതി കാഴ്ചയോടുകൂടിയാണ് ഒരു കണ്ണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ കണ്ണാടി. ഇനി കാഴ്ചയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് നോക്കാം. ജയ സൂചിപ്പിച്ച പോലെ ഭാരത് സേവക് സമാജ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച് ഭാരത് സേവക് സമാജായിട്ട് വന്നിട്ട് ഏതാണ്ട് ഒരു 7 പതിറ്റാണ്ട് കഴിയുന്നു. ഈ 7 പതിറ്റാണ്ടിനപ്പുറം എവിടെയാണോ ഭാരതം നിന്നിരുന്നത് അവിടെ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണെന്നാണ് ഇതിൻ്റെ പ്രവർത്തകർ ചിന്തിക്കുന്നത്. എണ്ണം പറയാവുന്ന പല പദ്ധതികളിലൂടെ ഭാരതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമഞ്ജസമായി സമ്മേളിക്കുന്ന സമൂലമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന അനവധി പദ്ധതികൾ രൂപം കൊടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത ഈ പ്രസ്ഥാനം അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂമ്പടഞ്ഞതുപോലത്തെ ഒരവസ്ഥയിലേക്ക് നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അതിനെ വെള്ളവും വളവും കൊടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിലാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ ഷീല ടീച്ചറെ ഓർമ്മിക്കുന്നതും അവരെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതും. ശക്തമായ ഉണർവായി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന വ്യക്തി അനവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലമായിരിക്കാം ഒരുപക്ഷെ 15,000-ലധികം സെൻ്ററുകളിലൂടെ 1,00,000-ലധികം വരുന്ന ഫുൾ ടൈം പ്രവർത്തകരിലൂടെ ചെറുതല്ലാത്ത പ്രസ്ഥാനമായി എണ്ണമറ്റ പദ്ധതികളിലൂടെ 10-16ഓളം പദ്ധതികളിലൂടെ ജനങ്ങളെ അറിയുന്ന ജനങ്ങളെ മാറ്റുന്ന പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രസ്ഥാനം ഇന്നും ശക്തി പിടിച്ചു നിൽക്കുന്നു. ഈ ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് തന്നെ
വീണ്ടും ഇതുപോലുള്ള പ്രവർത്തകരെ കണ്ടെത്തി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി അവരെ രൂപാന്തരം പ്രാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളതായ വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഉത്തേജനവും ഉണർവുമേകി ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണാവസ്ഥയിലേക്ക് അവരെ ഒരു താങ്ങായി വർത്തിക്കുക എന്നതും ഈ ഫൗണ്ടേഷൻ്റെ പ്രത്യേകതയാണ്. അനവധി പദ്ധതികളിലൂടെ കടന്നു പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ ഇനി അതിൻ്റെ സെക്രട്ടറി കൂടിയായ ജയ വിശദീകരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കടന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. നമുക്ക് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ തന്നെ ഭാഗമായ തമ്പാൻ സാറാണ്. ഒരുപക്ഷെ ഞാൻ തമ്പാൻ സാറിനോട് സംസാരിക്കണം. തമ്പാൻ സാറുമായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്ന് മലയാളത്തിൽ ഇത്രയേറെ സാഹിത്യ അവഗാഹമുള്ള പണ്ഡിതനായ എഴുത്തുകാരനായ ഒരു സാഹിത്യകാരനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എം കൃഷ്ണനായർ സാറിൻ്റെ വാരാഫലമൊക്കെ വായിച്ചുകൊണ്ട് പല കാര്യങ്ങളും അറിഞ്ഞിരുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം കല്ലറാജയനൊക്കെ കേസരിയിലൊക്കെ എഴുതുന്ന പ്രതിവാര ചിന്തകളൊക്കെയാണ് ഞാൻ കാണാറുള്ളത്. ഞാൻ സാറിനോടിപ്പോൾ ചോദിക്കുകയും ചെയ്തു, സാറ് പ്രതിവാര കാര്യങ്ങൾ എഴുതുന്നുണ്ടോ? സാറിൻ്റെ വിലയേറിയ ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് ജ്ഞാനങ്ങൾ ഒക്കെ പലവിധമായ ആമുഖങ്ങളിലൂടെയൊക്കെ സാറ് പ്രസിദ്ധീകരിക്കാറുണ്ട്. പല പുസ്തകങ്ങളുടെയും ആമുഖമായിട്ട് അത് വരാറുമുണ്ട്. പക്ഷേ എല്ലാ വിഭാഗം ആളുകൾക്കും ഉൾക്കൊള്ളാവുന്ന അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആ വിപുലമായ ഒരു ഉറവിടം ഖണ്ഡശ എല്ലാ പ്രതിവാരത്തിലും ഒരു പ്രതിവാര കോളമായി കേരളത്തിലെ ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു ജേണലിലൂടെ വേണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് കുറേ നാളുകൊണ്ട് തന്നെ ഉണ്ട്. അത് ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഒരുപാട് ചിലപ്പോൾ കൃഷ്ണനായർ സാറിനേക്കാളും ഈ കാര്യങ്ങളിൽ വ്യക്തമായ അറിവുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് തമ്പാൻ സാറെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിനെ കൊണ്ട് അത് കഴിയും. അങ്ങനെ ഒന്ന് സാറിൻ്റെ വിശാലമായ വിജ്ഞാനത്തിൻ്റെ ഒരംശം എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൂടി പകർന്നു കൊടുക്കുന്നൊരു നാളുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ ഈ ഫംഗ്ഷൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് അറിയാം, നമ്മുടെ ഭാഗമായിട്ടുള്ള എം ഹസൻ സാറാണ്. BSSൻ്റെ പരിപാടിയിൽ ഹസൻ സാർ ഇല്ലാതെ ഉള്ളൊരു പരിപാടിയില്ല എന്ന് പറയാം. നമ്മൾ ഇന്ന് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ കാണുന്ന പല വർത്തമാനങ്ങളുണ്ട്. എന്തുകൊണ്ട് ഹസൻ സാറിന് നമ്മൾ നമ്മുടെ ആരാധ്യ ഗുരുവായി കാണുന്നു എന്നുള്ളതിനൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഭരണമായാലും ഭരണാധിപത്യരിക്കുന്നവരായാലും ശരി, അല്ലാതിരിക്കുന്നവരായാലും ശരി, സമൂഹത്തെ നയിക്കുന്നവരുടെ ഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം, അവരെ സംസ്കാരത്തെ ശ്രദ്ധിച്ചാൽ അറിയാം. വീടുകൾക്കകത്തുപോലും അശ്ലീല പദങ്ങൾ കൊണ്ട് മാത്രം പരസ്പരം വർത്തമാനം പറയുന്നൊരു നാടായിട്ട് ഈ സംസ്കാരം, ഈ നാടാകെ മാറുന്നു. വല്ലാണ്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടുന്നു. അതിന് പ്രമുഖമായ ഒരു കാരണം രാഷ്ട്രീയ ഭരണ നേതാക്കളുടെ ശുദ്ധിയില്ലാത്ത വർത്തമാനങ്ങളാണ്. ഇനിയും അന്യം നിന്നു പോകാത്ത, ഒരുപക്ഷെ ഹസൻ സാറിനെ പോലെ ചൂണ്ടിക്കാണിക്കാൻ ഇനി വേറെ ആരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എതിരാളിയോട് പോലും ശുദ്ധമായ സംസ്കൃതചിത്തമായ വാക്കുകൾ പറയുന്ന, എന്നും ഒരു തലമുറയ്ക്ക് മാതൃകയാവുന്ന ഹസൻ സാറിൻ്റെ മഹത്വം ഒരുപക്ഷെ വേണ്ട വിധം നമ്മുടെ സമൂഹം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അദ്ദേഹമാണ് വാസ്തവത്തിൽ നാളേക്ക് വേണ്ടിയിട്ടുള്ള നല്ല ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അവാർഡ് കൊടുക്കേണ്ടത്
അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ ആശംസാ പ്രസംഗം നടത്താൻ ഏറ്റുവന്ന നമ്മുടെ ഭാഗമായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് സാർ, അദ്ദേഹത്തിന് ഏറെ നാളായി കേൾക്കുകയാണ് നമ്മൾ. രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, മതപരമായ, വ്യക്തിപരമായ ഈ മതിലുകൾക്കപ്പുറം നിന്നുകൊണ്ട് വ്യക്തമായ അഭിപ്രായം കൃത്യമായി സമൂഹത്തിൽ പറഞ്ഞിരുന്ന ആളാണ് ചെറിയാൻ ഫിലിപ്പ് സാർ. ഇന്ന് പല കാര്യങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടോ ഇല്ല കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അദ്ദേഹത്തിന് പറയേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ ഇന്ന് നാടിൽ കുമിഞ്ഞുകൂടുന്നുണ്ട്. ഒരു നാടിൻ്റെ ആവശ്യമാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ളവർ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ആശംസ പകരാനെത്തി അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്നത് ശ്രീമതി റാണി മോഹൻദാസ് അവർകളാണ്. ഞാൻ നമ്മുടെ പത്രങ്ങളൊക്കെ തന്നെ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഫ്ലൈറ്റ് പിടിച്ചു വന്ന് പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണിന്ന്. വല്ലാത്തൊരവസ്ഥയാണെന്ന് വേണം നോക്കേണ്ടത്. ഞാൻ ഈ കണ്ണും കാണാതെ വീട്ടിൻ്റെ നടയിലിരുന്നപ്പോൾ നമ്മുടെ അവിടുത്തെ സാധനമൊക്കെ എടുക്കാൻ വരുന്ന വ്യക്തി അവരിന്ന് എൻ്റെ പറഞ്ഞു, ഞങ്ങട്ട് വല്ലാണ്ടിരിക്കുന്നില്ല, എന്താണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഡി പറഞ്ഞത്, വനിത പറഞ്ഞത്, സാറേ നിങ്ങൾ ഈ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് ദിവസം 100-300 രൂപയെ കിട്ടത്തുള്ളൂ. എൻ്റെ മുഖത്തെ കണ്ടില്ല, അങ്ങേര് അതിയാൻ്റെ അടിയാണ്, മൃഗീയമായ മർദ്ദനമാണ്. ഞാൻ അങ്ങേരെ തട്ടിയിട്ട് ജയിലിൽ പോകുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. എനിക്ക് മാസം 10-18,000 രൂപ ശമ്പളം കിട്ടൂലേ? 3 ദിവസം ബീഫോടുകൂടി ഉണ്ണാം, 2 ദിവസം ചിക്കനോടുകൂടി ഉണ്ണാം, ബാക്കി 2 ദിവസം മീൻ, ഇതെല്ലാം ഫ്രീ. ഞാൻ പിന്നെ എന്തിനാ അങ്ങനെ അടിയും തൊഴിയും കണ്ട് നിങ്ങളെയൊക്കെ വീട്ടിൽ വന്ന് ഈ സാധനമൊക്കെ തുള്ളിപ്പറക്കണം? ഞങ്ങളെല്ലാം കൂടെ കൃത്യമായ ഓരോരോ കെട്ടിയവന്മാരെ അല്ലെങ്കിൽ കെട്ടിയോളെ ഒക്കെ തട്ടിപ്പോണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ ചിന്ത എത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങേർക്ക് ഈ ചിന്ത എത്തിയെന്ന് തോന്നുന്നു. അങ്ങേര് തട്ടിയതാണ് എൻ്റെ മുഖം. നമ്മുടെ നാട് വലിയൊരു പരിവർത്തനത്തിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ തന്നെ സർക്കാരൊക്കെ ഇടപെടുന്ന സർക്കാരിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. പൂങ്കുഴലിയെ പോലെ വളരെ ചെറുപ്പമെന്ന് പറയാവുന്ന വനിതാ ജനങ്ങളെ മകരമാസത്തിലെ തണുപ്പുള്ളൊരു രാത്രിയിൽ ഏതാണ്ടൊരു അർദ്ധരാത്രി കഴിയുമ്പോൾ ബ്ലാക്ക് കാറ്റുകളുടെയും അതുപോലെ AK-47ൻ്റെയൊക്കെ പിൻബലമില്ലാതെ ഒരു പീഡക വീരൻ്റെ അടുത്തേക്കൊക്കെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അതൊക്കെ ചിന്തിക്കേണ്ടുന്നൊരവസരമാണ്. ഞാനിത് പറഞ്ഞത് നല്ല ചുണക്കുട്ടികളായ ആൺപിള്ളേരുടെ അമ്മയാണ് റാണി മോഹൻദാസ്. ഒരു കാലഘട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിവാര എഴുത്തുകാരിൽ ഒരാളായിരുന്നു പ്രൊഫസർ ജഗന്നാഥ പണിക്കർ. എല്ലാവിധ വിഷയങ്ങളെക്കുറിച്ചും നന്നായിട്ട് എഴുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പലപ്പോഴും ഞാൻ കേരള കൗമുദിയിലൂടെ വായിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഈ നാട് പത്രം അദ്ദേഹം തുടങ്ങിയപ്പോൾ അതും വളരെ നീണ്ടതാണെങ്കിലും അതും വായിക്കുമായിരുന്നു. ഈ അമ്മയ്ക്ക് ഈ ജഗന്നാഥ പണിക്കരെ പോലത്തെ അച്ഛൻ്റെ മകൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിവാര ചിന്തകൾ എഴുതാൻ പറ്റും. അവരുണരണം. ആ ഉണരുന്നതിനുള്ള ഒരു ചെറിയൊരു തലോടലാകട്ടെ തള്ളലാകട്ടെ ഞങ്ങളുടെ ഈ അവാർഡ്.
സ്നേഹപൂർവ്വം അവാർഡ് വാങ്ങിക്കാൻ വന്ന ആ വനിതയ്ക്ക് സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയാൻ വന്ന ലക്ഷ്മി, അതുപോലെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനിരിക്കുന്ന ഇതിൻ്റെ സെക്രട്ടറി കൂടിയായ ജയ ശ്രീകുമാർ, നന്ദി പറയുന്ന മഞ്ജു ശ്രീകണ്ഠൻ എന്നിവരോടൊപ്പം തന്നെ സമ്പുഷ്ടമായ സദസ്സ്, എൻ്റെ ഭാര്യ സാറൊക്കെ എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഒരു കോളേജിൻ്റെ തലപ്പത്തിരുന്നു. അതിനപ്പുറമായി ഒരുപാട് സാംസ്കാരിക എഴുത്ത് മേഖലകളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള സമ്പുഷ്ടമായ സദസ്സിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ സുദിനത്തിൽ ഇവിടെ വന്നതിലുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ MMS, അവാർഡ് ജേതാവായ ശ്രീമതി റാണി മോഹൻദാസ്, ആശംസ അർപ്പിക്കുന്ന ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഈ ചടങ്ങിൻ്റെയും BSSൻ്റെയും ഒക്കെ സാരഥിമാരായ ശ്രീമതി ജയ, ശ്രീലക്ഷ്മി മോള്, ശ്രീ ഗോപകുമാർ, മഞ്ജു മണികണ്ഠൻ, ബഹുമാനീയരെ, ഒരു അനുഷ്ഠാനം പോലെ നമ്മളിവിടെ എല്ലാ 17-നും ജനുവരി 17-നും കൂടാറുണ്ട്. എനിക്കത് മണികണ്ഠനാണ്, എന്തായാലും കണ്ടനാണ്, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 16 വർഷവും നിങ്ങളോടൊപ്പം ഇവിടെ ഒത്തുകൂടിയവരിൽ MMSനോടൊപ്പം ഞാനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. എന്തോ 16 വർഷം, ശീല വിടപറഞ്ഞിട്ട് 16 വർഷമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഷീലയ്ക്ക് സവിശേഷതകളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ജോലി, തൊഴിൽ പരിശീലന കോഴ്സ് നടത്തി BSSനെ ശക്തമാക്കുന്നതിനോടൊപ്പം നിരവധി യുവാക്കൾക്ക്, യുവതികൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ ഷീലയ്ക്ക് കഴിഞ്ഞു. ഷീലയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടവും അത് തന്നെയാണ്. അതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന്, കാരണം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സെമിനാറുകളോ സമ്മേളനങ്ങളോ എന്ത് നടത്തിയിട്ടും കാര്യമില്ല. അച്ഛൻ്റെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ, മകൻ്റെ മുമ്പിൽ കൈനീട്ടാതെ ഒരു സ്വന്തം ആവശ്യത്തിന് സ്വന്തം വരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞാലേ സ്ത്രീ ശാക്തീകരണം നടത്താൻ കഴിയുള്ളൂ. അതിന് സഹായകമായ പ്രവർത്തനങ്ങളാണ് ഷീല നടത്തിയത്. ഞാൻ ഓർക്കാറുണ്ട്, ഗുരുദേവൻ അദ്ദേഹം അദ്വൈതം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങളും ശ്രീകോവിലും അല്ല നമുക്ക് വേണ്ടത്, ഇനി വ്യവസായശാലകളാണ്, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാണ്, ഗ്രന്ഥശാലകളാണ്. ചാവറയച്ചൻ പറഞ്ഞതുപോലെ പള്ളിയോടൊപ്പം പള്ളിക്കൂടവും എന്ന് പറഞ്ഞതുപോലെ വിദ്യാലയങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. ഏതാണ്ട് ഇതേ ആശയം തന്നെ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് 1936 വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന മാതൃഭാഷയിലൂടെയുള്ള അധ്യയനം, അതോടൊപ്പം തൊഴിൽ പരിശീലനം. അങ്ങനെ ഗാന്ധിജിയും ഗുരുദേവനും സ്വപ്നം കണ്ട, വിഭാവനം ചെയ്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഷീലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഷീലയുടെ അതിനോടൊക്കെ വരുന്ന ഒരുപക്ഷെ അതിനും അതീതമായ നേട്ടങ്ങളാണ് ഈ വർഷത്തെ അവാർഡ് ജേതാവായ റാണി മോഹൻദാസും കൈവരിച്ചിട്ടുള്ളത്. മോഹൻദാസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോളേജിൻ്റെ സാരഥിയാണ്. ആ നിലയ്ക്ക് വർഷം തോറും നൂറുകണക്കിന് ആളുകളെ, ബിരുദധാരികളെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് BA MA ഡിഗ്രി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് അനന്തമായ സാധ്യതകൾ ഇന്നത്തെ യുവാക്കൾക്കുണ്ട്, പ്രത്യേകിച്ചും വിദേശങ്ങളിൽ. പക്ഷേ അത് കാരണം അവിടെയൊക്കെ യുവാക്കളുടെ നിരക്ക് വളരെ കുറവാണ്. യുവാക്കളില്ല എന്ന് പറയുമ്പോൾ പുസ്തകത്തിൻ്റെ നാടകമായി ജപ്പാനും ഇംഗ്ലണ്ടും എല്ലാം മാറിക്കൊണ്ട്.
പക്ഷേ നമ്മുടെ BA MA ഡിഗ്രി കൊണ്ട് അതിന് പ്രസക്തിയില്ല. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളാണ്. അത് റാണി മോഹൻദാസ് അതിൽ വ്യാപൃതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാഹിത്യ സാംസ്കാരിക സന്ധ്യകളുടെ സായാഹ്നങ്ങളിൽ നിറസാന്നിധ്യമാണ്. ചാരിറ്റി ആക്ടിവിറ്റീസുമുണ്ട്. വിശദമായി ജയ ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഒരു പക്ഷേ റാണിക്ക് പോലും അറിയാത്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ റാണി മോഹൻദാസിനെയും ശിവജിയെയും കാണുന്നത് എൻ്റെ ഗുരുനാഥനായ പ്രൊഫസർ ജഗന്നാഥ പണിക്കർ സാറിൻ്റെ മക്കൾ എന്ന രീതിയിലാണ്. അത് മറക്കാനാവാത്ത ഓർമ്മകൾ വിദ്യാലയ കലയ ജീവിതത്തിലുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജായിരുന്നു. ഞാൻ ഫസ്റ്റ് BCom വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അന്ന് കോമേഴ്സ് അസോസിയേഷൻ ചെയർമാനായി എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഒരു 4 പേര് അറിയത്തക്ക എന്ന രീതിയിൽ അന്നൊരു മുദ്രാവാക്യം മുഴക്കി. കേരള യൂണിവേഴ്സിറ്റി, അന്ന് ഒറ്റ യൂണിവേഴ്സിറ്റിയുള്ളൂ, കേരള യൂണിവേഴ്സിറ്റി കോമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, പഠിച്ചു വരുന്ന ഞങ്ങൾക്ക് PhD എടുക്കാൻ അവസരമില്ല, അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണം എന്ന മുദ്രാവാക്യം മുറിച്ച് ഒരു മിന്നൽ പഠിപ്പ് മുടക്ക് നടത്തി. അതിനെ തുടർന്ന് മറ്റ് കോളേജുകളുമൊക്കെ ആ സമരം ഏറ്റെടുത്ത് സമരം വിജയിച്ചെങ്കിലും എന്നെ അന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ച പുറകിന് പ്രിൻസിപ്പലിൻ്റെ പുറകിനൊക്കെ നടന്നു. അപ്പം പല അധ്യാപകരെ ഉപദേശിച്ചു, ഇതിൻ്റെ പേരിൽ അസോസിയേഷനെ കൊണ്ട് സമരം ചെയ്യിക്കരുത്, പിരിച്ചുവിടൽ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ എന്തായാലും സമരമൊന്നും ചെയ്യാതെ അന്ന് ജഗന്നാഥ പണിക്കർ സാറുമായിട്ടും എനിക്ക് അടുപ്പമുണ്ട്. സാർ ഇടപെട്ടിട്ടാണ് എൻ്റെ സസ്പെൻഷൻ അന്ന് പിൻവലിക്കുന്നത്. മറ്റ് മറക്കാനാവാത്ത ഒരു ഓർമ്മ, സെക്കൻഡ് MCom ആയപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി. അന്ന് EMS ആണ് മുഖ്യമന്ത്രി. ഒരു പ്ലാനിംഗ് ഫോറമുണ്ട്. ആ പ്ലാനിംഗ് ഫോറത്തിലേക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായിട്ട് എന്നെ ഗവൺമെൻറ് നിയോഗിച്ചു. പ്രിൻസിപ്പൽമാരുടെ പ്രതിനിധിയായിട്ട് ശ്രീനിവാസ സാറിനെയാണ് അന്ന് നിയോഗിച്ചത്. സാറുമായിട്ട് ഒരുമിച്ച് ഉള്ള യാത്രയൊക്കെ മറക്കാത്ത ഓർമ്മയാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ വരുന്നത്. അന്ന് മീറ്റിങ്ങിന് ഒരാഴ്ച മുമ്പ് തന്നെ പ്ലാനിങ്ങിനെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ ഇത്തരം പദങ്ങൾ തന്നെ ഞാൻ കേൾക്കുന്നത് ജഗന്നാഥ പണിക്കർ സാർ എനിക്ക് വേണ്ട കോച്ചിങ് നൽകിയിരുന്നത് സാറ്. പക്ഷേ കോളേജ് വിട്ട് പല അധ്യാപകരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞെങ്കിലും പണിക്കർ സാറുമായിട്ടുള്ള ബന്ധം ഇവിടെയും അനന്തപുരിയിലും തുടരാൻ കഴിഞ്ഞു. ഞാൻ NRS ബാബുവിനെയും ഫസലിനെയൊക്കെ കാണാൻ കേരളം മുതൽ പോകുമ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ സാറിനെയും കണ്ടിട്ടാണ് പോയത്. പിന്നെ ഫോറസ്റ്റ് ലൈനിൽ ഈ നാടിൻ്റെ ഓഫീസ് തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട്. ചില ഒരാഴ്ചയോ മറ്റോ കാണാതിരിക്കുകയാണെങ്കിൽ സാറ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കും. എന്നും വൈകുന്നേരങ്ങളിൽ സാറ് എന്നുമായിട്ട് സംസാരിച്ചിരിക്കും പല വിഷയങ്ങളെക്കുറിച്ച്. വളരെ വിജ്ഞാനപ്രദമായ ചർച്ചകളായിരുന്നു അന്ന് നടന്നത്. അങ്ങനെ സാറിൻ്റെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഗുരുനാഥനായ ജഗന്നാഥ പണിക്കർ സാറിൻ്റെ മകൾക്ക് ഈ അവാർഡ് പുരസ്കാരം കിട്ടിയത് അർഹതയ്ക്കുള്ളൊരു അംഗീകാരമായി ഞാൻ കാണുന്നു. റാണിയെ അനുമോദിക്കുന്നു. ഇനി മറ്റൊന്നുകൂടി എനിക്ക് ഷീലയുടെ ഇതിൽ പറയുവാനുള്ളത്, കാരണം ഈ കാലഘട്ടത്തിൻ്റെ BSSനെ കുറിച്ചാണ്. BSSനെ ഏറ്റവും ശാക്തീകരിച്ചത്, അതായത് ജീർണതയിൽ ഏതാണ്ട് ഒരു അവഗണനയിൽ കിടന്ന BSSനെ പുനരുജ്ജീവിപ്പിച്ചത് BS ബാലേന്ദ്രനോടൊപ്പം ഷീലയുമാണ്. വ്യത്യസ്തമാണ്. കാരണം ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തിയും വളയിട്ടിയ ഒരു കൈകളും ഉണ്ടായിരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ആ ഷീലയുടെ ശ്രമഫലമായിട്ടാണ് BSS ഇവിടെ വികസിച്ചത്. BSSൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി വിശദമായി CMMS ഇവിടെ സംസാരിക്കുക, ചെറിയാമ്പലിപ്പം സംസാരിക്കും. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യാനന്തരം പണ്ഡിറ്റിയുടെ നേതൃത്വത്തിൽ BSS രൂപം കൊണ്ടത്. കാരണം യുവാക്കളുടെ സേവനം നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന് ഉപയോഗിക്കണം. അതിന് ആ ലക്ഷ്യത്തോടു കൂടി പണ്ഡിറ്റ്ജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പണ്ഡിറ്റ്ജി ചെയർമാനായ ആ പ്രസ്ഥാനം, ഗുൽസരിലാൽ നന്ദയും മൊറാർജി ദേശായിയും ഒക്കെ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം. പക്ഷേ അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞോ എന്ന് നോക്കിയാൽ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പ്രതിപക്ഷത്തുള്ള യുവാക്കളുടെ വിചാരം ഗവൺമെൻറ് കൊണ്ടുവരുന്ന എന്തിനെ എതിർക്കുകയാണ് ഞങ്ങളുടെ ധർമ്മം. കോൺഗ്രസ്സുകാർ കരുതി ഇത് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക്. അതുകൊണ്ട് ഉദ്ദേശിച്ച നെഹ്റുവിൻ്റെ സ്വപ്നം പൂർണ്ണമായി സഫലമായിട്ടില്ല. പിന്നീട് ഇതൊരു നിർജീവാവസ്ഥയിലായിരുന്ന നിഷ്ക്രിയമായിരുന്ന BSSനെ പുനരുദ്ധരിപ്പിച്ച് ബാലേന്ദ്രൻ്റെ നേതൃത്വത്തിൽ, ഷീലയുടെ നേതൃത്വത്തിൽ കേരളത്തിലാണ്.
മറ്റ് ജില്ലകളിലും പിന്നീട് വളരെ ജീർണാവസ്ഥയിലായിരുന്നു. അതിൻ്റെയും കൂടെ നേതൃത്വം ഇപ്പം ബാലേന്ദ്രനെ നിക്ഷിപ്തമായിരിക്കുകയാണ്. BSSൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. BSSൻ്റെ ഒരു സവിശേഷതയായി ഞാൻ കാണുന്നത്, ഞാനും MMSനും ഒക്കെ ഭാഗഭാക്കായ BSSൻ്റെ ഒരു നേട്ടം കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ അതിന് കഴിയുന്ന ഒന്നാണ്. ഇവിടെ വ്യക്തിയായാലും പ്രസ്ഥാനമായാലും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിനേ കഴിയുള്ളൂ. കാരണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് ഷീലയുടെ കാലത്ത്, ഗാന്ധിജിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് ആ സ്ഥിതിയിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാലത്തേക്ക് മാറിയിരിക്കുന്നു. കമ്പ്യൂട്ടർ വിപ്ലവത്തിൻ്റെ കാലത്തെയാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള, രാഷ്ട്രവും രാഷ്ട്രവും തമ്മിലുള്ള എല്ലാ അതിർവരമ്പുകളും മതിലുകളും ഇടിച്ചു നിർത്തിക്കൊണ്ട് ഈ ഭൂഗോളത്തെ ഒരു ചെറു ഗ്രാമമാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ സ്വാധീനം ജീവിതത്തിൻ്റെ സകല മേഖലകളിലുമുണ്ട്. മെഡിസിനിലുണ്ട്, മെഡിസിനായിട്ട്, വിദ്യാഭ്യാസത്തിലുണ്ട്, എഡ്യൂക്കേഷനായിട്ട്, അതുപോലെ കോമേഴ്സിലുണ്ട്, കോമേഴ്സ്, ഭാഷയിൽ അത് വന്നിട്ടുണ്ട്. അതുപോലത്തെ തൊഴിലിൻ്റെ കാര്യത്തിലും ആ മാറ്റം ഉൾക്കൊള്ളുവാനും പുതിയ പുതിയ കോഴ്സുകൾ, ഡിസൈൻ കോഴ്സിൽ, കമ്പ്യൂട്ടർ കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ BSSന് കഴിഞ്ഞു. അതാണ് കാലത്തെ അതിജീവിച്ച BSS ഇന്നും പ്രവർത്തിക്കുന്നതും നിലനിൽക്കുന്നതും മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്നതും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ മാത്രമല്ല, സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലകളിൽ ഗ്രീൻ എക്കോണമി ആയിരുന്നു, കാർഷിക വിളകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ളത്. അത് കഴിഞ്ഞ് ബ്ലൂ എക്കോണമി വന്നു, കടൽ സമ്പത്തിനെ അടിസ്ഥാനമാക്കിക്കൊള്ളുന്നത്. ഇന്ന് ഓറഞ്ച് എക്കോണമിയാണ്. ഓറഞ്ച് എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡോക്യുമെൻ്റുകൾ, അതുപോലെ തന്നെ റീൽസുകൾ, പരസ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. നമ്മുടെ മലയാളി യുവാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ കായികമായ ജോലിയൊന്നും ചെയ്യില്ല. ഇന്നിപ്പോൾ എന്തായാലും റോബോട്ട് കഴിയും, മാലിന്യം നീക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇന്ന് കമ്പ്യൂട്ടർ കഴിഞ്ഞ് കവിതയും കഥയും ഒക്കെ എഴുതുന്ന രീതിയിലേക്ക് AI ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ AIയുടെ സ്വാധീനം അനുസരിച്ച് കായികമായ അധ്വാനമില്ലാത്ത ഈ ജോലിയിലോട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് താല്പര്യം. അതിനനുസരിച്ചുള്ള കോഴ്സുകളും ആരംഭിക്കുന്നതിന് BSSന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മുടെ പുതിയ ജയയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ നേതൃത്വത്തിൽ, ബാലേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BSSന് കൂടുതൽ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവാർഡ് ജേതാവായ റാണി മോഹൻദാസിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവർ വ്യാപരിച്ചിരിക്കുന്ന മേഖലകൾ, സാഹിത്യമായാലും ചാരിറ്റി ആയാലും അതുപോലെ തൊഴിൽ ദാതാക്കൾ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളും അതെല്ലാം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കട്ടെ, കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ അവാർഡിനർഹയായ റാണി മോഹൻദാസ് മാഡത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിലുള്ള കർത്തവ്യം. അതിനു മുമ്പായി ജോബ് ഡേ ഫൗണ്ടേഷനെ പറ്റി 2-3 വരികൾ. നമുക്ക് ഏവർക്കും അറിയാം, ഭാരതീയ സമാജിൻ്റെ ചെയർമാൻ BS ബാലേന്ദ്രൻ സഹധർമ്മിണിയും അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ സമാജിൻ്റെ വനിതാ കോർഡിനേറ്ററും തൊഴിൽ പരിശീലന രംഗത്ത് ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഷീല ടീച്ചർ എന്നുള്ളത്. എല്ലാവരും, ഭൂമിയിലുള്ള എല്ലാവരും തൊഴിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു ഷീല ടീച്ചറിൻ്റെ വാചകം തന്നെ. ആരും തൊഴിൽ രഹിതരായിരിക്കരുത്. നമുക്ക് തൊഴിൽ ആരും കൊണ്ടുതരികയല്ല, നമ്മൾ തന്നെ തൊഴിൽ കണ്ടുപിടിച്ച് ചെയ്യുക, ആ തൊഴിൽ കൂടി നമ്മൾ ജീവിക്കുക. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീകൾ തൊഴിൽ നേടി അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി സ്വന്തം ജീവിതം പടുത്തുയർത്തുമ്പോഴാണ് ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നത് എന്നുള്ള ചിന്തയിലൂന്നിയാണ് ഷീല ടീച്ചർ പ്രവർത്തിച്ചിരുന്നത്. തൊഴിൽ പരിശീലനത്തിൽ കൂടി സമ്പൂർണ്ണ വികസനം എന്നതായിരുന്നു അടിസ്ഥാനമായ തത്വശാസ്ത്രമായി ഷീല ടീച്ചർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. ആ ഒരു സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഷീല ടീച്ചറിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഈ ജോബ് ഡേ ഫൗണ്ടേഷൻ ഇൻ മെമ്മറി ഓഫ് ഷീല ടീച്ചർ എന്ന സ്ഥാപനം രൂപീകരിച്ചത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ തൊഴിൽ പരിശീലന രംഗത്തുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ മികവ് മനസ്സിലാക്കി അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ജനുവരി 17 ജോബ് ഡേ ഫൗണ്ടേഷനെ ആചരിക്കുകയും അന്നേ ദിവസം സ്ത്രീ ശാക്തീകരണ മേഖലയിലും അതല്ലെങ്കിൽ തന്നെ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് വന്നിരുന്ന വനിതകളെ കണ്ടെത്തി അവരിലൊരു വനിതയ്ക്കാണ് എല്ലാ വർഷവും അവാർഡ് കൊടുക്കുന്നത്. എല്ലാ വർഷവും 25,000 രൂപയും ഫലകവുമാണ് അവാർഡായി നൽകപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ജഡ്ജിങ് കമ്മിറ്റിയുണ്ട്. 4 അംഗ ജഡ്ജിങ് കമ്മിറ്റിയാണ് ഈ അവാർഡിലേക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ അംഗങ്ങളെയും നോക്കി സെലക്ട് ചെയ്യുന്നത്. ഡോക്ടർ ആർ അനിൽകുമാർ, ഡോക്ടർ മധു ഓമല്ലൂർ, ഡോക്ടർ പി സീമ എന്നിവരടങ്ങുന്ന ജഡ്ജിങ് കമ്മിറ്റിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്.
ഈ വർഷം നമ്മുടെ മുമ്പിൽ വന്ന ബയോഡേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്തത് ശ്രീമതി റാണി മോഹൻദാസിനെയാണ്. ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും റാണി മോഹൻദാസ് മാഡം എന്താണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിവുള്ളതായിരിക്കും. എന്നാലും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമാണ്. കാര്യം അറിയുന്നതിനപ്പുറമായി എന്താണ്, നമുക്കറിയുന്നതിനപ്പുറമായി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ഈ പരിചയപ്പെടുത്തൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രമുഖ വ്യവസായിയും വിദ്യാഭ്യാസ പ്രവർത്തകയും കോർപ്പറേറ്റ് ഡയറക്ടറുമായ റാണി മോഹൻദാസിനാണ് 2026 ഫൗണ്ടേഷൻ അവാർഡിന് അർഹയായിട്ടുള്ളത്. തന്ത്രപരമായ നേതൃത്വത്തിൻ്റെയും ശക്തമായ കോർപ്പറേറ്റ് ഭരണ പരിചയത്തിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന റാണി മോഹൻദാസ് വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിലും ട്രസ്റ്റുകളുടെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചു. ഹോസ്പിറ്റാലിറ്റി, പ്ലാന്റേഷൻ, എൻ്റർടൈൻമെൻറ്റ്, നിർമ്മാണം, ഓട്ടോമൊബൈൽ തുടങ്ങി നിരവധി അനുബന്ധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ദീർഘകാല കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സംഘടനാ നേതൃത്വത്തിൽ തന്ത്രപരമായ തീരുമാനം എടുക്കുക എന്ന റാണി മോഹൻദാസിൻ്റെ ആഴത്തുള്ള പ്രാവീണ്യം വ്യക്തമാക്കുന്നു. സൗത്ത് പാർക്ക് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ, ഈനാട് പ്രിൻറ്റിംഗ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ, മോഹൻദാസ് മോട്ടോഴ്സ് ആൻഡ് മോഹൻദാസ് ഓട്ടോ കാർഡ്സ് ഇന്ത്യ ഡയറക്ടർ, ഗംഗ ഡിസ്റ്റിലറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ തുടങ്ങി 10ലധികം കമ്പനികളിൽ റാണി മോഹൻദാസ് ഡയറക്ടർ സ്ഥാനം വഹിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ ട്രസ്റ്റായ VN ഗംഗാധര പണിക്കർ മെമ്മോറിയൽ ട്രസ്റ്റിന് സെക്രട്ടറി കൂടിയാണ് റാണി മോഹൻദാസ്. മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം, സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നിവ റാണി മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. വിദ്യാഭ്യാസ ഗുണനിലവാരം, സ്ഥാപന സ്ഥിരത, ദീർഘകാല സുസ്ഥിര വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ അവരുടെ മാനേജീരിയൽ കഴിവും ദർശനപരമായ നേതൃത്വവും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. മോഹൻദാസ് ഗ്രൂപ്പിനെ പുതിയ മേഖലകളിലേക്കുള്ള വ്യാപനത്തിലേക്ക് നയിച്ച പ്രധാന ശക്തിയാണ് റാണി മോഹൻദാസ്, പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ, വിദ്യാഭ്യാസം എന്നീ നിലകളിലേക്ക്. കോർപ്പറേറ്റ് ഭരണം, സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ വഹിക്കുന്ന നേതൃത്വ ചുമതലകളിലൂടെ വനിതാ ശാക്തീകരണത്തെ റാണി മോഹൻദാസ് സ്ഥിരമായി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. വിദ്യാർത്ഥിനികൾക്കും അധ്യാപികമാർക്കും നേതൃത്വ പരിശീലനം നൽകുന്നതിന് മുൻഗണന നൽകുകയും ഇതിലൂടെ നിരവധി വനിതാ ബിരുദധാരികൾക്ക് തൊഴിൽ ലഭിക്കുകയും അവരെ സംരംഭകത്വത്തിലേക്ക് കടത്തിവിടുകയും നേതൃസ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. വിവിധ മേഖലകളിലെ നിരവധി കമ്പനികളിൽ ബോർഡ് അംഗമായതുവഴി കോർപ്പറേറ്റ് നേതൃത്വത്തിൽ വനിതാ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യം ശക്തിപ്പെടുത്തി. പരമ്പരാഗതമായി പുരുഷാധിപത്യമുള്ള വ്യാവസായിക മേഖലകളിൽ വനിതകളുടെ പങ്കാളിത്തം സാധാരണവും ശക്തമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന പദ്ധതികളും വഴി സ്ത്രീകളുടെ തൊഴിൽ യോഗ്യതയും സംരംഭത്വ ശേഷിയും ഉയർത്തുകയും അവർക്ക് ആത്മവിശ്വാസവും ജോലിസ്ഥല നേതൃത്വവും നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതുവഴി സ്ത്രീകളിൽ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സാമൂഹ്യ മുന്നേറ്റത്തിനുമുള്ള നേരിട്ടുള്ള സംഭാവനകളും നൽകി വരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോബ് ഡേ ഫൗണ്ടേഷൻ 2026 ജോബ് ഡേ അവാർഡ് മാഡത്തിന് നൽകാൻ തീരുമാനിച്ചത്. ഈ ചടങ്ങ് സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം. ഇതാണ് ഇന്നത്തെ ഈ മാഡത്തെ പറ്റി പറയാനുള്ള അടുത്തായി അവാർഡ് വിതരണം. അവാർഡ് നൽകുന്നതിനും ഈ ഫൗണ്ടേഷൻ്റെ ദിനം ഉദ്ഘാടനം ചെയ്യുന്നതിലും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാറിന് സംസാരിക്കുന്നത് പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ ആത്മമിത്രം ഡോക്ടർ M.R. തമ്പാൻ, അവാർഡ് ജേതാവായ ശ്രീമതി റാണി മോഹൻദാസ്, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ B.S. ഗോപകുമാർ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ശ്രീമതി B.S. ശ്രീലക്ഷ്മി, ശ്രീമതി ജയ ശ്രീകുമാർ,
ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജനുവരി 17 BSS കുടുംബത്തിന് എന്ന പോലെ എനിക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമാണ്. തമ്പാൻ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ ജനുവരി 17-നും നടക്കുന്ന ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ ഈ ചടങ്ങിൽ ഞാൻ 1 or 2 പ്രാവശ്യം സ്ഥലത്തില്ലാത്തതൊഴിച്ചാൽ എല്ലാത്തിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ BSSൻ്റെ സർവസ്വമായ ബാലചന്ദ്രൻ ഞങ്ങളുടെയൊക്കെ ആത്മസുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി രോഗത്തിനടിമയായി അവർ മരണമടയുമ്പോൾ അവർ ചികിത്സ തേടി ആശുപത്രിയിൽ പോയപ്പോഴും ഇടയ്ക്ക് ആശ്വാസം വന്നപ്പോഴും പിന്നെ രോഗം മൂർച്ഛിച്ചപ്പോഴുമെല്ലാം ഞാൻ ബാലചന്ദ്രൻ്റെ ഒരു കുടുംബ ബന്ധു എന്ന നിലയിൽ അവരെ കാണാനും അവരുടെ ശുശ്രൂഷ അന്വേഷിക്കാനും പോയിരുന്ന ഒരാളാണ്. എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് അവർ 16-15 വർഷം മുമ്പ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയത്. ബാലചന്ദ്രൻ്റെ കുടുംബത്തിന് താങ്ങാനാവാത്ത ഒരു ദുഃഖവും വേർപാടുമായിരുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരിയുടെ ആത്മസുഹൃത്തിൻ്റെ ഭാര്യ, എനിക്കും തമ്പാനും ചെറിയാനുമൊക്കെ സഹോദരി തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണമാണ് ഞങ്ങൾക്കന്ന് ഞങ്ങളെല്ലാം ദുഃഖത്തിലാക്കിയത്. അവരുടെ ഓർമ്മ നിലനിർത്താനുള്ള ആലോചനകൾ നടക്കുമ്പോഴും ഞാനതിൽ പങ്കാളിയായിരുന്നു. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തത്. അവരുടെ ചരമദിനം ജോബ് ഡേ ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും അവരുടെ സ്മരണ ഓർമ്മ നിലനിർത്താൻ സ്ത്രീ ശാക്തീകരണത്തിനും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ല വ്യക്തിത്വങ്ങൾക്ക് ആദരിക്കാൻ അവരുടെ പേരിൽ ഒരു അവാർഡ് നൽകണം. വളരെ ഉചിതമായൊരു തീരുമാനമാണ്. കാരണം BSS ഈ കേരളത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ്. BSSൻ്റെ തുടക്കകാലം, പിന്നീടുള്ള അതിൻ്റെ വളർച്ചയുടെ കാലം, ആ കാലത്തൊക്കെ ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥികളാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ അവസരം കിട്ടിയിട്ടുള്ളവരാണ്. അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രസ്ഥാനമായി രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സാധാരണ പൗരന്മാരെ പങ്കാളികളാക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയർമാനായി രൂപീകരിച്ച BSS കേരളത്തിലിവിടെ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകർ, പിന്നീട് ഗവർണറും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശ്രീ MM ജേക്കബ് അതിൻ്റെ സെക്രട്ടറിയായി വളരെ കാലം പ്രവർത്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹവുമായി ഞങ്ങൾക്കെല്ലാം അന്ന് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. അതിനുശേഷം BSS ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ BSS കേരളത്തിൽ വളരെയേറെ നിർജീവമായി. മൃതപ്രായമായി പോയ BSSന് പുനർജന്മം നൽകിയത് ബാലചന്ദ്രനാണ്. അന്ന് അതിൻ്റെ ചെയർമാനായിരുന്ന PN നമ്പൂതിരി ഈ പ്രസ്ഥാനത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ അദ്ദേഹം കണ്ടെത്തിയത് ശ്രീ ബാലചന്ദ്രനെ. എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിലച്ച BSSന് ബാലചന്ദ്രനും നമ്പൂതിരി സാറും കൂടി വെട്ടിത്തെളിച്ചൊരു പാതയാണ് തൊഴിൽ പരിശീലനത്തിൻ്റെ പാത. മറ്റ് പലതരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളോടൊപ്പം തൊഴിൽ പരിശീലനം, അതിന് വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അത് വളരെയേറെ മുന്നോട്ട് പോയി വിജയിച്ചു. BSSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ് ഷീല ടീച്ചറായിരുന്നു. ബാലചന്ദ്രനും ഷീല ടീച്ചറും തമ്മിലുള്ള കുടുംബ ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ അസാധാരണമായ അപൂർവമായ ഒരു ബന്ധമായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധം എല്ലാത്തിലും നിന്ന് വ്യത്യസ്തമായി ബാലചന്ദ്രൻ്റെ എല്ലാ ചലനങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിലെ തമ്പാൻ പറഞ്ഞതുപോലുള്ള ശക്തി ഷീല ടീച്ചറായി.
BSSന്റെ വിജയത്തിലും ഷീല ടീച്ചർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ബാലചന്ദ്രൻ അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴും ഈ തൊഴിൽ പരിശീലന കാര്യത്തിൽ ഒരു പരിശീലനം നൽകുകയും BSSന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ഒരു നല്ല മാനേജ്മെൻറ്റ് വൈഭവത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഷീല ടീച്ചർ, ആ ഷീല ടീച്ചറുടെ മരണം ബാലചന്ദ്രനെ എല്ലാ തരത്തിലും തളർത്തിയതിന് കാരണം കുടുംബത്തിൻ്റെ തകർച്ച മാത്രമല്ല, അതിനപ്പുറം BSSൽ ഷീല ടീച്ചറുടെ പങ്കും അവരുടെ പങ്കാളിത്തവും നഷ്ടപ്പെട്ടതിലുള്ള അദ്ദേഹത്തിൻ്റെ ദുഃഖവും വേദനയും ഇപ്പോഴും മാറിയിട്ടില്ല. ഷീല ടീച്ചറുടെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ പങ്കുവയ്ക്കാൻ മക്കളെല്ലാം ഉണ്ടെങ്കിലും ഷീല ടീച്ചറെ പോലെ ഒരാൾ ഉണ്ടാവുക അസാധ്യമാണ്. ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം മോചിതരായിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന് ശാരീരികമായ അസ്വാസ്ഥ്യം ഉണ്ടായപ്പോൾ 1-2 ദിവസം ചികിത്സ നേടി ആശുപത്രിയിലായി. അവിടെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തത്. എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിവിടെ ആയിരിക്കും എന്നെനിക്കറിയാം. ഷീല ടീച്ചറെ ഓർമ്മിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി ആയതുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾ വിവിധ രംഗങ്ങളിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ 16 വർഷം അവാർഡ് കൊടുക്കും. പല അവാർഡ് ദാന ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് പറയുക. രാഷ്ട്രീയ രംഗത്ത്, സാഹിത്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെയാണ് അവാർഡ് നൽകി ഇവിടെ ആദരിച്ചിട്ടുള്ളത്. ഈ കൊല്ലം എന്തുകൊണ്ടും ഈ അവാർഡിന് അർഹയായിട്ടുള്ള റാണി മോഹൻദാസിനെ തിരഞ്ഞെടുത്തത് വളരെ വളരെ ഉചിതമായ ഒരു തീരുമാനമായി എനിക്ക് തോന്നുന്നു. റാണി മോഹൻദാസുമായി ആ കുടുംബവുമായി എനിക്കുള്ള വ്യക്തിബന്ധം കൊണ്ടല്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വ്യവസായ പ്രവർത്തകയായി ശ്രീമതി റാണി മോഹൻദാസ് പ്രവർത്തിക്കുക. ബാലചന്ദ്രനും ഷീല ടീച്ചറുമുള്ള ബന്ധം പോലെയാണ് വ്യവസായ പ്രമുഖരായ മോഹൻദാസും റാണിയും തമ്മിലുള്ള ബന്ധം എന്നെനിക്ക് നേരിട്ടറിയാം. തമ്പാൻ അവകാശപ്പെട്ടതുപോലെ എൻ്റെ അഭിമന്യനായ ഗുരുനാഥൻ്റെ മകളാണ് ശ്രീമതി റാണി. ഞാൻ ചെമ്പഴന്തി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് അവിടുത്തെ കൊല്ലം വെസ്റ്റേൺ കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി വന്ന ജഗന്നാഥ പണിക്കർ, അന്ന് ഞങ്ങളുടെ കോളേജ് ഒരു ജൂനിയർ കോളേജാണ്, പ്രീ ഡിഗ്രി കോഴ്സേ ഉള്ളൂ. അന്ന് അദ്ദേഹം എക്കണോമിക്സ് പഠിപ്പിക്കും, കോളേജിലെ പ്രിൻസിപ്പളാണ്. വളരെയധികം പ്രോത്സാഹനം എനിക്ക് നൽകി അദ്ദേഹം. കാരണം ഞാൻ ആ 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് പ്രസംഗ മത്സരങ്ങളിൽ പോകും. അന്ന് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രസ്റ്റീജിയതായിട്ടുള്ള ഒരു ഡിബേറ്റിംഗ് കോമ്പറ്റീഷനാണ് സർ CP രാമസ്വാമിയുടെ പേരിലുള്ള ഒരു സ്വർണ്ണ മെഡൽ, സജീവോത്തമ സത്യത്വമൂർത്തി ഗോൾഡ് മെഡലിന് ബെസ്റ്റ് സ്പീക്കർ ഓഫ് ദ ഇയർ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിക്ക് ആദ്യമായിട്ട് ആ ഗോൾഡ് മെഡൽ കിട്ടിയത് എനിക്കാണ് എന്ന് ഞാൻ വന്ന പ്രിൻസിപ്പളിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്യധികമായ ആഹ്ലാദമായി. ഒരു കപ്പും ഉണ്ടായിരുന്നു. ജഗന്നാഥ പണിക്കർ സാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കോളേജിലെ ഒരു പ്രൊഫസർ ലെക്ചറെ കൂട്ടി ഈ കപ്പും എൻ്റെ ഗോൾഡ് മെഡലുമായി അദ്ദേഹം പറഞ്ഞു, അവിടെ പ്രീ ഡിഗ്രിക്ക് ഒരു 10, 12, 16 ക്ലാസ്സുകളുണ്ട്, എല്ലാ ക്ലാസ്സിലും കൊണ്ടുപോയി ഈ അനുമോദനത്തിൽ നമ്മുടെ കുട്ടികളെ പങ്കാളികളാക്കണം. എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു അപൂർവം വലിയൊരു ബഹുമതി കിട്ടിയപ്പോൾ കോളേജ് എല്ലാ ക്ലാസ്സിലും കൊണ്ടുപോയി എന്നെ അഭിനന്ദിക്കാൻ പ്രിൻസിപ്പൾ തന്നെ ഉത്തരവിട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ സന്തോഷം വേറെ ഉണ്ടോ? അന്ന് മുതൽ പണിക്കർ സാർ എൻ്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷയാണ്. അപ്പം എന്നോട് പറയും പ്രസംഗിക്കണം, ഇനിയും പ്രസംഗിക്കണം. പലപ്പോഴും എന്നെ വിളിച്ചിരുത്തി അദ്ദേഹം എക്കണോമിക്സ് മാത്രമല്ല, പൊളിറ്റിക്സ് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും എന്നോട് സംസാരിക്കും. എന്നോട് പറയും, എന്തിനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്നറിയാമോ? നിങ്ങൾക്കിനിയും മത്സരങ്ങളിൽ പോകുമ്പോൾ
നിങ്ങൾക്ക് മത്സരങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകണം. അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ വായിക്കാൻ എന്നോട് ഉപദേശിച്ചു. ഈ പുസ്തകങ്ങൾ വായിക്കണം. ആ കൂട്ടത്തിൽ എല്ലാ മഹാന്മാരുടെയും ജീവചരിത്രം വായിക്കാൻ പറഞ്ഞു. വായിക്കാൻ താല്പര്യമുണ്ടായിരുന്ന എനിക്ക് ഏറ്റവും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇതിൽ ഒരാൾ എഴുതാളപ്പണിക്കർ സാർ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ റാണിയെയും അതുപോലെ തന്നെ ശിവജി, അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ്, 2 പേരെയും എന്നെ പരിചയപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ അമ്മ നിൽക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഭാര്യ എന്നോട് പറയുന്നു, എനിക്ക് ശിവജിയോടുള്ളതിനേക്കാൾ സ്നേഹവും താല്പര്യവുമാണ് ഹസ്തനോട് എന്നൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ പണിക്കർ സാറിൻ്റെ ഭാര്യയെ തിരിച്ചു. അത് കഴിഞ്ഞ് ദീർഘകാലം അദ്ദേഹം പിന്നീട് ഈ നാട് പത്രം, അതിന് പത്രാധിപരായിരുന്നു. കുറേ കാലം കേരള കൗമുദിയിൽ പത്രാധിപ സമിതി അംഗമായിരുന്നു. ആ കാലത്തെല്ലാം ഞാനുമായി നിരന്തരമായി ബന്ധപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാറിനെ കാണുകയും, അതാ പറഞ്ഞത്, റാണിയുമായി ആ കാലം മുതലുള്ള ഒരു സൗഹൃദ ബന്ധം സ്നേഹത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ മോഹൻദാസുമായി. അതുകൊണ്ട് റാണിക്ക് ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ, ഇവിടെ റാണിയെ പരിചയപ്പെടുത്തിയപ്പോൾ ജയ പറഞ്ഞല്ലോ, വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നു. ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ്, ഈ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരൊരാൾ റാണിയാണ്. ആ നാട്ടെ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഈ വ്യവസായ വിദ്യാഭ്യാസ രംഗത്ത് നേതൃപരമായ പങ്കുവയ്ക്കും. അതിനെല്ലാം അപ്പുറമാണ് ഈ അടുത്ത കുറേ ഒരു 5-10 വർഷമായിട്ടുള്ളൂ റാണിയെ ഇതുപോലുള്ള ചടങ്ങുകളിൽ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. റാണി ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ഈ ചാരിറ്റി ഫങ്ഷൻസിലാണ്. ഇപ്പോഴും റാണി പറഞ്ഞു, ഞാൻ LMSൻ്റെ അവിടെ അതല്ലേ സാൽവേഷൻ ആർമിയുടെ അവിടെ ചാരിറ്റി പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരും. ഒരുപാട് ആളുകൾക്ക് റാണിയുടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നു. ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ ഷീല ടീച്ചറുടെ പേരിലുള്ള ഒരു അവാർഡിന് മറ്റൊരാളെ, ഇതിനേക്കാൾ വലിയൊരു വ്യക്തിയെ നമുക്ക് തിരഞ്ഞെടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത്തവണ വളരെ വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും റാണിയെ അംഗീകരിക്കാൻ തയ്യാറായതിലും അവർക്ക് അവാർഡ് നൽകുന്നതിൽ ഈ ഫൗണ്ടേഷനെ ഞാൻ അനുമോദിക്കുന്നു. റാണിയുടെ ഈ അവാർഡ് ഏറ്റുവാങ്ങിയ റാണിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. ഇനിയും ഇതുപോലുള്ള ഒരുപാട് അംഗീകാരവും അവാർഡുകളുമെല്ലാം കിട്ടത്തക്കവണ്ണം സാമൂഹ്യ രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ റാണിക്ക് കഴിയട്ടെ. റാണിക്ക് അതിനുള്ള സന്മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും നമ്മുടെ വനിതകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പാണ്, ജീവിതത്തിൽ കുടുംബത്തിൽ ഭാര്യയ്ക്ക് എന്ത് സ്ഥാനമുണ്ടോ, നമ്മൾ എത്രമാത്രം തുല്യ പദവി നൽകുന്നോ, അതുപോലെ തന്നെ സമൂഹത്തിലും ആ സ്ഥാനത്തേക്ക് സ്ത്രീകൾ എത്തിച്ചേർന്ന് കഴിയും. എല്ലാ രംഗത്തും, ഏത് രംഗത്തും. ഇപ്പോൾ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര നാളായി, എത്ര വനിതകളാണ് ഭരണരംഗത്തേക്ക് വന്നിരിക്കുന്നത്. വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം രാജീവ് ഗാന്ധിയുടെ ശ്രമപരമായിട്ടാണെങ്കിലും 50% വനിതകൾ ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുകയാണ്. പിന്നെ ഏത് രംഗത്താണ് ഇന്ന് വനിതയെ മാറ്റി നിർത്താൻ കഴിയുന്നത്? അവർ മുൻപന്തിയിലില്ലാത്ത ഒരു രംഗമുണ്ടോ? എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തൊക്കെ എത്രയോ പ്രഗത്ഭകളായ വനിതകളാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതെല്ലാമാണെങ്കിലും നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വനിതാ സുരക്ഷിതത്വം. തൊഴിലിടങ്ങളിൽ വനിതകൾക്ക് സുരക്ഷിതത്വമില്ല. ജീവിതത്തിൻ്റെ പല മേഖലകളിലും അവർക്ക് സുരക്ഷിതത്വമില്ല. അതെല്ലാം പത്രങ്ങളിൽ പൈങ്കിളി കഥകൾ പോലെ പീഡനങ്ങളുടെ കഥകൾ വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം പിന്നിൽ
ഒരു വസ്തുതയുണ്ട്. സ്ത്രീകളോട് എങ്ങനെ, ഭാര്യയോടും മക്കളോടും സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനൊരു സാമൂഹ്യമായ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തകർക്കുന്ന മട്ടിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് എപ്പോഴും നമ്മൾ കഴിഞ്ഞ പല യോഗങ്ങളിലും ചർച്ച ചെയ്തു. പവിത്രമായ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട കുടുംബജീവിതം ആരംഭിക്കുന്ന പുതിയ തലമുറ 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ വിവാഹബന്ധം ഏർപ്പെടുത്തുകയാണ്. ഒന്നിൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുക. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത സംഘർഷങ്ങൾ ഉണ്ടാവും. അതെല്ലാം സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഷീല ടീച്ചറെ പോലെ ഭർത്താവും ഒന്നിച്ച് ഈ BSSന്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ച ആ കുടുംബം അതൊരു മാതൃകയാണ്. റാണി മോഹൻദാസും തമ്മിലുള്ള കുടുംബ ബന്ധത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട്. വളരെ ഒരു സക്സസ്ഫുൾ ഫാമിലി ലൈഫ് എന്ന് മാത്രമേ അതിനെ നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കേണ്ട നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾ പറയുന്നു, എനിക്ക് കല്യാണം വേണ്ട. വിവാഹം കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കുടുംബ ബന്ധങ്ങൾ വേർപെടുത്തും. ഇതെല്ലാം മൂല്യങ്ങളുടെ തകർച്ച മാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ ജീവിത വീക്ഷണത്തിൽ ഉള്ള തകരാറുകളാണ്. ഇതിനൊക്കെ മാറ്റം വരണം. ഇതുപോലുള്ള മാതൃകകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രേരണയും പ്രചോദനവും ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വളരെ അപൂർവമാണെങ്കിലും ആ അവസരങ്ങൾ അതിലേക്ക് കൂടി വിനിയോഗിക്കണം. ഇവിടെ പങ്കെടുക്കുന്നവരെല്ലാം വിവാഹിതരോ കുടുംബ ജീവിതം നയിക്കുന്നവരുമാണ്. പുതിയ തലമുറയെ നമ്മൾ ഇത് വരും വർഷങ്ങളിൽ പുതിയ തലമുറയെ ആകർഷിക്കാൻ ഇതുപോലുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു, സ്ത്രീ ശാക്തീകരണത്തിന് ശ്രമിച്ചിരുന്നു, തൊഴിൽ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരുന്നു, അവർ നയിച്ച കുടുംബജീവിതത്തിൻ്റെ മേന്മ ഇതായിരുന്നു എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പരിപാടി അതുകൂടി വരും കാലങ്ങളിൽ ഈ ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ ഭാഗമാക്കാനോ, അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവർ ഈ രംഗത്ത് വിവിധ രംഗങ്ങളിൽ പ്രശോഭിക്കുന്നവർക്ക് ഇതുപോലുള്ള അവാർഡുകൾ നൽകി ആദരിച്ചുകൊണ്ട് അവിടെ ഈ ചർച്ചകൾ നടത്താനോ കൂടി അവസരമുണ്ടാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഷീല ടീച്ചറുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ സർവ്വവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.